എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജന ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. ഇത് ഓൺലൈനായി നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. 2026 തിരുവോണം നക്ഷത്രത്തെ ഫലമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ്റെയും ആനയുടെയും ആയുസ് 120 വർഷം വരെയാണ്. ഏകദേശം 50 വയസ്സൊക്കെ എത്തുമ്പോൾ തന്നെ എല്ലാവർക്കും പേടികളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിന് കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് ഗ്രഹങ്ങളെ ആസ്പദമാക്കിയാണ് അല്ലേ. 9 ഗ്രഹങ്ങൾക്ക് ബലം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജാതകത്തിലെ ഭാഗ്യങ്ങളും കാര്യങ്ങളും കറക്റ്റായി നിൽക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ 2026 തിരുവോണം നക്ഷത്രക്കാർ എത്ര ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും കാര്യങ്ങളും കഴിച്ചിട്ടും പ്രയോജനം ഉണ്ടാകത്തില്ല. നമ്മൾ പറയാറില്ലേ, തിരുവോണം നക്ഷത്രക്കാർക്ക് 2 നില വീട് വെക്കാനുള്ള ഭാഗ്യമുണ്ട്, ജാതകത്തിൽ കാർ മേടിക്കാനുള്ള ഭാഗ്യങ്ങളുണ്ട്. പക്ഷേ എന്നാൽ ചില ആൾക്കാർക്ക്, ഈ പറയുന്ന ഭക്തജനങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും പ്രാബല്യത്തിലായിട്ട് വരുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾക്ക് ബലം കുറയുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പം നമ്മൾ മറ്റുള്ള ദൈവൻ്റെ ഒക്കെ എടുത്ത് വഴിപാട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള ഫലങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പ്രീതിപ്പെടുത്തേണ്ടത് നമ്മൾ നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ജാതകത്തിലെ ഭാഗ്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഒപ്പം തന്നെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ നമ്മൾ കുടുംബക്ഷേത്രത്തിലെ കുടുംബദേവതയെ പ്രീതിപ്പെടുത്തണം. മിക്ക ഭക്തജനങ്ങളും തിരുവോണം നക്ഷത്രക്കാരും കുടുംബക്ഷേത്രങ്ങളിൽ പോകാറില്ല. അച്ഛൻ വഴി അമ്മ വഴിയൊക്കെ അമ്മാവൻ്റെയും അല്ലെങ്കിൽ ചിറ്റപ്പൻ്റെ ഒക്കെ വീട്ടിൽ ഈ ക്ഷേത്രങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് കുടുംബക്കാർ തമ്മിൽ പരസ്പരം വഴക്കാവുന്നത് കൊണ്ട് അവർ ഈ കുടുംബക്ഷേത്രത്തിൽ പോകത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, വീടിൻ്റെ പരിസരത്തുള്ള കാവുകളോ വെച്ചാരാധന ഉണ്ടെങ്കിൽ അവിടെ പോകത്തില്ല. അവിടെ പോകാതെ എന്ത് ചെയ്യും, മണ്ണർശാലയിലോ ഇല്ലെങ്കിൽ വെട്ടിക്കോട്ട് ഓടി കിടക്കും. തൊട്ടടുത്ത് ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോകാതെ മണ്ണർശാലയിലും വെട്ടിക്കോട്ടും പരിഹാരം ചെയ്ത് യാതൊരു കാര്യമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പ്രീതിപ്പെടുത്തേണ്ട ഒരു ദേവതയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേശദേവത. ദേശദേവതയെ തൊഴാതെ നമ്മൾ എത്ര ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്താലും നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രയോജനങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പം തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 ഭാഗ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോവുക. വീടിൻ്റെ അടുത്ത് വെച്ചാരാധന കാവുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി എണ്ണ കൊടുക്കുക. ദേശദേവതയുടെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ 2026 എല്ലാ ഭാഗ്യങ്ങളും ജാതകത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ 2026 തിരുവോണം നക്ഷത്രക്കാർ പൊതുവെ സാമ്പത്തിക നഷ്ടങ്ങൾ ആദ്യ പകുതി ഉണ്ടാകിലും പിന്നീട് സാമ്പത്തിക ലാഭത്തിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകും. ഈ സാമ്പത്തിക തുടക്കത്തിൽ, അതായത് ഇവർക്ക് സാലറി കിട്ടുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം. അതായത് ഉദാഹരണം ഒരു പറയുവാണെങ്കിൽ, ഈ സാലറി കിട്ടുന്ന സമയത്ത് വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ കേടാകുക, കൂട്ടുകാരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ചിട്ട് തിരികെ തരാതിരിക്കുക, അങ്ങനെ ചെറിയ ചെറിയ നഷ്ടങ്ങൾ ജാനുവരി ഫെബ്രുവരി മാർച്ചുകളിൽ ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാർ ഈ വീഡിയോ കണ്ടതിന് ശേഷം വീടിൻ്റെ അടുത്തുള്ള നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി 9 നവഗ്രഹങ്ങൾ പ്രദക്ഷിണം വെച്ച് നവഗ്രഹ അർച്ചന ചെയ്ത് ആ ഒരു പ്രസാദം നിങ്ങളുടെ സ്ഥാപനത്തിലോ വീട്ടിലോ വെക്കുക. ഈ നവഗ്രഹ അർച്ചന ചെയ്തുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാരുടെ സാമ്പത്തികപരമായ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്നതാണ്. ഒന്നും കൂടെ പറയുന്നത്, നവഗ്രഹ അർച്ചന തന്നെ ചെയ്യണം. നമ്മൾ 9 പ്രദക്ഷിണം വെച്ച് തിരുമേനിയോട് പ്രത്യേകം പറയണം, തിരുവോണം നക്ഷത്രമാണ്, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്ന്. അത് നമ്മൾ പറഞ്ഞതിന് ശേഷം മാത്രം 9 വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന നടത്തുക. ജോലിക്ക് പോകുന്ന തിരുവോണം നക്ഷത്രക്കാർ ഈ പറയുന്ന പോലെ ഞായറാഴ്ച ദിവസം വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പം ഈ ഒരു ദോഷം മാറിക്കിട്ടുകയും സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും ചെയ്യും. തിരുവോണം നക്ഷത്രക്കാർക്ക് ത്വക്ക് സംബന്ധമായ രോഗദുരിതങ്ങൾ വരാനിടയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കണം. എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നല്ലൊരു ഡോക്ടറെ പോയി കണ്ട് മരുന്ന് മേടിക്കുക. അതിനുശേഷമേ നമ്മൾ ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുകയുള്ളൂ. ചിലവർ വിചാരിക്കും ഇത് ത്വക്ക് രോഗം തിരുമേനി പറഞ്ഞില്ല, ഡോക്ടറൊന്നും അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറത്തുള്ളൂ. ത്വക്ക് രോഗ സംബന്ധമായ എന്തെങ്കിലും രോഗദുരിതങ്ങൾ തിരുവോണം നക്ഷത്രക്ക് വരികയാണെങ്കിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ എണ്ണ കാര്യങ്ങളൊക്കെ സമർപ്പിക്കുക. ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉറക്കക്കുറവുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ അകറ്റും. അതായത് വിട്ടുമാറാതെ ചുമ, പനി, ജലദോഷം, കഫക്കെട്ട് അങ്ങനെയുള്ള ഉള്ള കാര്യങ്ങൾ 2026 തിരുവോണം നക്ഷത്രക്കാർക്ക് വരാനിടയുണ്ട്. പിന്നെ ഈ ഏറ്റവും വലിയ തിരുവോണം നക്ഷത്രക്കാരെ 2020 ഭാഗ്യം എന്ന് വെച്ചാൽ ഈ ഒരു വർഷം ശത്രുക്കളുടെ ഉപദ്രവ കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. അതായത് ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ, കണ്ണുദോഷങ്ങൾ, നാവ് ദോഷങ്ങൾ, അങ്ങനെ നെഗറ്റീവപരമായ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 ഏക്കില്ല. അതായത് ഈ വർഷം പിണങ്ങിയ കൂട്ടുകാരൊക്കെ, അതായത് ബന്ധുക്കാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, പരിസരവാസികളായിക്കോട്ടെ, നമ്മളോട് പിണങ്ങിയും വെറുപ്പും ഒക്കെ കാണിച്ച ആൾക്കാർ
നമ്മളോട് കൂട്ടുകൂടി 2026 വരും. അതായത് നമുക്ക് വില തരാത്ത ഇടങ്ങളിൽ നമുക്ക് വില കിട്ടുന്ന ഒരു വർഷം കൂടെ ആയിരിക്കും തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച്. സാമ്പത്തിക ലാഭം ഉണ്ടാവും, അതായത് ജോലിയിൽ പുരോഗതി ഉണ്ടാവും. നമ്മുടെ വർക്കുകൾ കണ്ട് നമുക്ക് മേലുദ്യോഗസ്ഥർ എന്ത് ചെയ്യും, സർക്കാർ തലത്തിൽ നിൽക്കുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണെങ്കിൽ പ്രമോഷൻ, ട്രാൻസ്ഫർ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. വിദേശത്ത് അവിടെ നിന്ന് പോകാൻ അങ്ങോട്ട് പോകാനുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ തിരുവോണ നക്ഷത്രത്തിൽ സാധ്യമാകും. അതേപോലെ തന്നെ നല്ലൊരു ജോലിയിൽ പുരോഗതികളുണ്ട്, സാലറി കൂട്ടുന്ന കാര്യത്തൊക്കെ തീരുമാനം ഉണ്ടാകും. വിദ്യാർത്ഥികളായിട്ടുള്ള തിരുവോണം നക്ഷത്രക്കാർക്ക് ചെറിയ ചെറിയ അലസതകളും കാര്യങ്ങളും ബാധിക്കുമെങ്കിലും പഠന സമയത്ത് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയെ വരുന്നതായിരിക്കും. ഈ ഒരു വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങൾ മാറാൻ വേണ്ടി, അതായത് ബുക്ക് എടുക്കുമ്പോഴുള്ള തലവേദന, പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കുന്നില്ല, അങ്ങനെയുള്ള തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി സരസ്വതി ദേവി ക്ഷേത്രത്തിൽ താമര കൊണ്ട് സരസ്വതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. 50 വയസ്സിന് ശേഷമുള്ള തിരുവോണം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ പോയി വലത് കയ്യിൽ അഹോര മന്ത്രം ജപിച്ച ചരട് കെട്ടുന്നത് വളരെ ഉത്തമമാണ്. എന്തെങ്കിലും രീതിയിൽ മരുന്നുകളോ കാര്യങ്ങളൊക്കെ കഴിക്കുന്ന തിരുവോണം നക്ഷത്രക്കാണെങ്കിൽ അസുഖങ്ങൾ മാറാനും രോഗദുരിതങ്ങൾ മരുന്നിൻ്റെ കൂടെ തന്നെ കുറയാനും വേണ്ടിയാണ് അഹോര മന്ത്രം ജപിച്ച ചരട് വലത് കൈ കെട്ടാൻ പറഞ്ഞത്. ഒപ്പം തന്നെ ശത്രുദോഷങ്ങളും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഏൽക്കില്ല, അതിനെല്ലാ രീതിയിലും മാറ്റം ഉണ്ടാകും. ഒരു ചരടിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 21 ദിവസമാണ്. ഏകദേശം കൂടുതൽ 2026 തിരുവോണം നക്ഷത്രക്കാർ മറ്റുള്ള നക്ഷത്രക്കാരെ പോലെ തന്നെ എല്ലാവിധ ഭാഗ്യങ്ങളും ഉണ്ടാകും, ജോലിയിൽ പുരോഗതി ഉണ്ടാകും. അതുപോലെ തന്നെ വിവാഹ തടസ്സം നേരിടുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വർഷം വിവാഹ കാര്യങ്ങളൊക്കെ വന്നു ഭവിക്കും. അതേപോലെ തന്നെ ജോലിയിൽ മാറ്റം ഉണ്ടാകും, ശത്രുദോഷങ്ങളേക്കില്ല, സാമ്പത്തിക ലാഭങ്ങളുണ്ടാകും, എല്ലാ വിധത്തിലും ഐശ്വര്യം ഉണ്ടാകും. വീട് പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്ന തിരുവോണം നക്ഷത്രക്കാർ നമ്മുടെ സരസംബന്ധമായ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കുക. അതേപോലെ തന്നെ ലോണുകളൊക്കെ പാസ്സാകും, കടബാധ്യതകളെല്ലാം എല്ലാ രീതിയിൽ തന്നെ നല്ലൊരു മാറ്റം തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 ഉണ്ടാകുന്നതാണ്. കൂടുതൽ വലിച്ചു നീട്ടി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വെറുതെ ആശകൾ തരുന്നില്ല. ഇപ്പം ഞാനും നല്ല ഒത്തിരി തിരുവോണം വീഡിയോസ് യൂട്യൂബ് അലോബിളാണ്. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾ നമ്മുടെ രീതിയിൽ 10 മിനിറ്റ് ഒന്ന് ചിന്തിക്കണം, ഇവർ പറയുന്ന എത്രത്തോളം ശരിയാണ് തെറ്റാണെന്ന്. ഭക്തജനങ്ങൾ കൂടുതലും 20,000-30,000 രൂപ മുടക്കി പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക, ഇല്ലാത്ത അന്ധവിശ്വാസത്തിലേക്ക് പോകാതിരിക്കുക. നമ്മൾ ചെറിയ ചെറിയ പൂജകൾ ചെയ്ത് നമ്മൾ കാര്യങ്ങൾ നിർത്തുക. അപ്പോൾ തിരുവോണം നക്ഷത്രക്കാർ ഒരു വർഷം കാലം ചെയ്യേണ്ട വഴിപാട്, തിരുവോണം പക്കപ്പിറന്നാൾ തിരുവോണം നക്ഷത്രത്തിൽ, അതായത് 2027 ജാനുവരി വരെ അടുത്തുള്ള ദേവീക്ഷേത്രം, അതായത് നമ്മുടെ ദേശദേവതയ്ക്ക് ഗണപതി ഹോമം ഭഗവതി സേവനം ചെയ്യുക, ശിവക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം ചെയ്യുക. ഈ ഭഗവതി സേവാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ, ശത്രുദോഷങ്ങൾ, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, എല്ലാ പ്രയാസങ്ങളും തിരുവോണം നക്ഷത്രക്കാർക്ക് മാറ്റം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേശദേവതയ്ക്ക് 2027 ജാനുവരി വരെ തിരുവോണം നക്ഷത്രത്തിൽ ഭഗവതി സേവ, ഗണപതി ഹോമം ചെയ്യുക. ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ഞായറാഴ്ച ചെയ്താൽ മതി. ഭഗവതി സേവ ചെയ്തിട്ട് എഴുതി കൊടുത്തിട്ട് നമ്മൾ മാറിയെന്നാൽ പോരാ, നമ്മൾ ആ ഭഗവതി സേവ തുടക്കം തൊട്ട് തീരുന്നവരെ അത് കണ്ട് തൊഴുത് നമ്മുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥിച്ച് ആ പ്രസാദം തിരുമേനിയുടെ നിന്ന് മേടിച്ച് നമ്മുടെ സ്ഥാപനത്തിലോ ഗ്രഹത്തിലോ കൊണ്ടുവെക്കേണ്ടതാണ് തിരുവോണം നക്ഷത്രക്കാർ. അതിൽ പങ്കെടുക്കുകയും കൂടെ ചെയ്യണം. മാസം ചെയ്യുക. ശിവക്ഷേത്രത്തിൽ അതേപോലെ തന്നെ രുദ്രാഭിഷേകം തിരുവോണം നക്ഷത്രത്തിൽ നിന്ന് ചെയ്യുക. കൂടുതൽ ഓവറായിട്ട് വഴിപാട് ചെയ്ത് പൈസകളും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഈ പറയുന്ന ഈ 2 വഴിപാടുകളും അതേപോലെ തന്നെ നവഗ്രഹ അർച്ചനകളും തിരുവോണം നക്ഷത്രക്കാർ ചെയ്താൽ മതി. ബാക്കി നമ്മുടെ കർമ്മങ്ങൾ പോലെ ഇരിക്കും, ഫലങ്ങൾ ദൈവാനുഗ്രഹം ഉണ്ടാകും, ശത്രുദോഷങ്ങളൊന്നും വെക്കില്ല. തിരുവോണം നക്ഷത്രക്കാർ 2026 നല്ലത് തന്നെയാണ്. കൂടുതൽ എന്തെങ്കിലും അറിയാൻ വേണ്ടി ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക, വിളിക്കുക ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി കവടി വെച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.